നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 3, 4, 5 പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ്. ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് 3-ാം പഞ്ചവത്സര പദ്ധതി. 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടമുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണിത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. പ്ലാൻ ഹോളിഡേ. 1966 മുതൽ 1969 വരെ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. ഇത് പ്രഖ്യാപിച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് ആണ്. 3-ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടത് 3 വാർഷിക പദ്ധതികളിലൂടെയാണ്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ത്യ സാമ്പത്തികമായി വലിയൊരു വഴിത്തിരിവിലൂടെ കടന്നുപോയ പദ്ധതിയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി. ബംഗ്ലാദേശ് യുദ്ധവും ഹരിത വിപ്ലവവും ബാങ്ക് ദേശസാൽക്കരണവും ഒക്കെ നടപ്പിലായ 4-ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം. 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധി ആണ്. ഗാഡ്ഗിൽ മോഡൽ പദ്ധതി പിന്തുടർന്ന പഞ്ചവത്സര പദ്ധതിയാണിത്. എന്നാൽ PSC ഉത്തരപ്രകാരം ഗാഡ്ഗിൽ യോജന 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് നിലവിൽ വന്നത് എന്നാണ്. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണിത്. 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം 14 ആണ്. 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൻ്റെ രൂപീകരണവും നടന്നത് 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സാമ്പത്തികമായും സാങ്കേതിക നിക്ഷേപങ്ങളിലും സ്വാശ്രയത്വം നേടുക എന്നതായിരുന്നു 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണിത്. ഇത് നടപ്പിലാക്കിയത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആണ്. 4-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6% കൈവരിച്ച വളർച്ചാ നിരക്ക് 3.3%. 5-ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള പ്രധാന പോയിന്റുകൾ നോക്കാം. 1974 മുതൽ 1978 വരെയാണ് 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. 5-ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം 1975. 5-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇത്. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഈ 5-ാം പഞ്ചവത്സര പദ്ധതിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും ഈ 5-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ 20 ദിന പരിപാടികൾ ആരംഭിച്ചത് ഇന്ദിരാഗാന്ധി 1975 സംയോജിത ശിശു വികസന സേവന പദ്ധതി അതായത് ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2. കാർഷികോൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണിത്.
മൊറാർജി ദേശായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി 5ാം പഞ്ചവത്സര പദ്ധതി എന്തായി? നിർത്തിവെച്ചു. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണിത്. ഇനി റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാൻ്റെ കാലഘട്ടം 1978 മുതൽ 1980 വരെ ആയിരുന്നു. 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാനിൻ്റെ കാലഘട്ടം നമ്മൾ പറഞ്ഞു. ഇനി റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഡാൽ. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ് ആണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.